സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ധ്രുവനെയും നവീനെയാണ്. അപ്പൊ എല്ലാവരോട് ചേർന്ന് നമുക്കിട്ട് പണിയാൻ തുടങ്ങിയിട്ടും നമുക്ക് വല്ലതും പറ്റിയോ? നമ്മളെ വീഴ്ത്താൻ വേണ്ടി ശങ്കർബായി വിധിച്ച ആ വരയില് ഗൗരി തന്നെ വീഴുകയും ചെയ്തു. അല്ല, ആ നവീൻ ബ്രോയ്ക്ക് ആ ഫോട്ടോ എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു മലഞ്ചെരുവിൽ നിന്ന് ഒരാളിങ്ങനെ കേറി വരികയാണ് കേട്ടോ, ഒരു സ്ത്രീ. അപ്പൊ തന്നെ ആ സ്ത്രീ അവരുടെ അടുത്തേക്ക് എത്തി തന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ധ്രുവനെ. ഇത് പൂജ. ഈ പൂജ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും ജയിൽ വാർഡനാണ്, വനിതാ ജയിൽ വാർഡൻ. അതായത് പൂജ ജോലി ചെയ്യുന്ന അതേ ജയിലിലാണ് നമ്മുടെ ഗൗരി അവിടെ ഉള്ളത്. മനസ്സിലായോ നിനക്ക്? ഗൗരിക്കുള്ള ആണിയാണ് ഈ നിൽക്കുന്ന പൂജ. പൊളിച്ചു, സൂപ്പർ, അടിപൊളി. അവളെ ഒരുപാട് പഠിപ്പിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. വാർഡൻ വിചാരിച്ച തടവ് പുള്ളിയെ എങ്ങനെ വേണമെങ്കിലും ദ്രോഹിക്കാം. പക്ഷേ പിന്നെന്താ നിങ്ങൾക്കൊരു ഡൗട്ട് എന്ന് ചോദിച്ചു. വെറുതെ ഞാൻ ഒന്നും ചെയ്യില്ല, അതെന്റെ ഒരു ശീലാണ് എന്ന് പറഞ്ഞു. ഗൗരി എന്റെ ശത്രു ഒന്നുമല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അത് വന്നോണ്ടേയിരിക്കണം. പണം നിങ്ങൾക്കൊരു പ്രശ്നമല്ല എങ്കിൽ ഗൗരിയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ദ്രോഹം കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് ജയിലിൽ ഒരു നിമിഷം പോലും അവക്ക് സ്വസ്ഥത കിട്ടരുത്. അവള് കണ്ണീര് കുടിക്കണം, അതിന് നരകിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് സ്വന്തം ദുർവിധി ഓർത്ത് അവള് സ്വയം ശപിക്കണം. പിന്നെ ശങ്കർ തന്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ് തന്റെ ശാപം എന്ന് ഗൗരി തിരിച്ചറിയുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ അവളെ വേദനിപ്പിക്കണം. ഗൗരിയുടെ കണ്ണീരിന് പകരമായി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം എന്ന് ധ്രുവൻ സമ്മതിക്കാണ്. അപ്പം നരകം എന്താണ് എന്ന് അവക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് ഈ അഗ്രിമെന്റിലൊക്കെ ഡീൽ ചെയ്തു. അപ്പൊ ഇവരെ ഈ പൂജനെ ഇവരുടെ കൂടെ ഇവര് കൂട്ടുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശംസാറിന്റെ വീട്ടിലാണ്. അപ്പം എല്ലാവരും ഉണ്ട്, നന്ദിനി അമ്മയും പിന്നെ വക്കീൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശിയും വേണിയും നാരദിയും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും സംസാര വിഷയം ഗൗരി തന്നെയാണ്. ഗൗരിക്ക് ജാമ്യം കിട്ടുന്നത് അത്ര എളുപ്പമല്ല എന്ന് വക്കീൽ ഇങ്ങനെ പറയാ. കോടതിയിൽ കള്ളനോട്ട് കൊടുത്ത കേസാണ്, ജഡ്ജി സാക്ഷിയാണ്, അതാണ് ഒരു പ്രശ്നം. നോൺ ബെയിലബിൾ ഒഫൻസ്, രാജ്യദ്രോഹ കുറ്റം എന്നാണ് പറയാ. അതാണ് ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേനും നന്ദിനിയമ്മയ്ക്ക് സഹിക്കുന്നില്ല. എന്റെ മോള് ഇതൊന്നും അറിഞ്ഞതേ ആയിരുന്നില്ല. അവനല്ലേ അവളുടെ കയ്യിൽ ആ പണം കൊടുത്തത്. ഗൗരിയുടെ കയ്യിൽ കള്ളനോട്ട് കൊടുത്തത് ശങ്കർ ആണെന്ന് നമുക്കറിയാം, പക്ഷെ കോടതിക്ക് അതറിയില്ലല്ലോ എന്ന് പറഞ്ഞു. വക്കീലെ, ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഏട്ടൻ ആ സത്യം ഏറ്റു പറയൂട്ടോ. അവൻ അങ്ങനെ പറയുമായിരുന്നെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേനും ആ സമയത്ത് പറഞ്ഞുകൂടായിരുന്നോ? അവന്റെ മുന്നിലൂടെയല്ലേ അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് എന്ന്. നന്ദിനി, അമ്മേ, നമ്മുടെ മോള് ഗർഭിണിയാണ്. അവന്റെ കുഞ്ഞല്ലേ അമ്മേ അവളുടെ വയറ്റിൽ വളരുന്നത്. അവന് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അവനത് ഓർത്തില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞാണ് നന്ദിനി അമ്മ. നന്ദിനി അമ്മേ, എന്റെ ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞോണ്ട് ചെയ്തു എന്നാണോ നന്ദിനി അമ്മ ഈ പറയണത്? അറിഞ്ഞോണ്ട് ചെയ്തോ അറിയാതെ ചെയ്തോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ നിന്റെ ഏട്ടൻ കാരണമാണല്ലോ എന്റെ മോക്ക് ഈ ഗതി വന്നത്. നന്ദിനി, നീ ഒന്ന് നിർത്ത എന്ന് പറഞ്ഞു ശ്യാമ. അപ്പൊ വേഗം തന്നെ, ശ്യാമേട്ടാ, നിന്നോട് നിർത്താനല്ലേ നന്ദിനി പറഞ്ഞത്? താൻ ഇങ്ങനെ കരയുന്നത് കൊണ്ടോ ശങ്കറിനെ പഴിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും നമ്മുടെ മോള് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുവോ? ഇല്ലല്ലോ. പിന്നെ താൻ എന്താ ശങ്കർ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്ന് പറഞ്ഞു. അവൻ എന്തോ ഒരു അബദ്ധം പറ്റിയതാ, അത് തനിക്കും അറിയാം. എന്തേ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നന്ദിനി അമ്മ മിണ്ടുന്നില്ല. പരസ്പരം കുറ്റപ്പെടുത്തുന്നതുകൊണ്ടോ ആരെങ്കിലും പഴി ചാരുന്നത് കൊണ്ടോ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അത് അവസാനിക്കുന്നില്ല. അത് താൻ ആദ്യം മനസ്സിലാക്കുക, അത് താനൊന്ന് വിട്ടുകള എന്ന് പറഞ്ഞു. നമ്മുടെ മോള് പെട്ടിരിക്കുന്ന ഈ കുഴപ്പത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അവളെ എങ്ങനെ രക്ഷിക്കാം, അത് മാത്രമായിരിക്കണം നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. വക്കീലെ, എങ്ങനെയാ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞ ജാമ്യം കിട്ടില്ല എന്നല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. ഗൗരിക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ലേ വക്കീലെ? അങ്ങനെയല്ല, ഒരിക്കലല്ല.
എന്റെ ചേച്ചി എന്ന് പറഞ്ഞ വേഗം ആരതി മോളും അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വേണി. നോൺ വെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്നല്ല അതിനർത്ഥം. ഗൗരിയുടെ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് നോൺ വെയിലബിൾ ഒഫൻസ് ആണെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ജാമ്യം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊരു പ്രതീക്ഷ. വക്കീലെ, ഗൗരിയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുമോ വക്കീലെ എന്ന് ചോദിച്ചു. അപ്പൊ വക്കീല്, എന്റെ ചേച്ചി എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് ആരതി മോളും ഇങ്ങനെ പറയാണ്. അപ്പൊ വക്കീലുണ്ട് ഇരുന്നിട്ട്, രാജേന്ദ്ര, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഗൗരി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിൽ ഗൗരി തന്നെ വിചാരിക്കണം. രാജേന്ദ്രൻ എന്താ ഉദ്ദേശിച്ചത്? ഗൗരിക്ക് ആരായി നോട്ടുകൾ നൽകിയതെന്ന് ഗൗരി തന്നെ കോടതിയിൽ പറയണം. അതാണ് ഇപ്പൊ ഗൗരിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് ഗൗരിയുടെ കയ്യില് എന്റെ ഏട്ടനാണ് കള്ളനോട്ട് കൊടുത്തതെന്ന് ഗൗരി കോടതിയിൽ പറയണം എന്നല്ലേ വക്കീൽ ഉദ്ദേശിച്ചത്? അതെ, പക്ഷെ അതൊന്നും നടക്കില്ല വക്കീലെ. ഗൗരി ഒരിക്കലും ഏട്ടന്റെ പേര് പറയില്ല എന്ന് വേണ്ടി പറഞ്ഞു. പറയും. അപ്പൊ നന്ദിനിയമ്മ തർക്കിക്കാണ്. എന്റെ മോള് നിന്റെ ഏട്ടന്റെ പേര് ഉറപ്പായിട്ട് പറയും. ഞാൻ അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും. അപ്പൊ നന്ദിനിയമ്മ ആകെ വാശിയിലാണ്. നന്ദിനിയമ്മേ, ഗൗരി എന്റെ ഏട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്താ പറയാ നന്ദിനിയമ്മയ്ക്ക് അറിയാലോ. അവക്ക് അവളുടെ ജീവനേക്കാൾ വലുതാ അവളുടെ ഏട്ടൻ. അവക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവൾ ഒരിക്കലും ഏട്ടന്റെ പേര് പറയില്ല. ഞാനേ അവളുടെ അമ്മയാ. എന്റെ മോള് ഈ അവസ്ഥയിൽ കാണാനായിട്ട് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അവൾക്ക് എന്നോടോ അവളുടെ അച്ഛനോടോ എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ശങ്കറിന്റെ പേര് അവള് പറഞ്ഞിരിക്കും. ഇത് നന്ദിനിയാ പറയണത് എന്ന് പറഞ്ഞ് നന്ദിനി അമ്മ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അപ്പൊ ആരതിയും പുറകെ ചെല്ലുകയാണ് അമ്മേ എന്ന് വിളിച്ചോണ്ട്. ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പൊ ശേഖരൻ പലരെ ഇങ്ങനെ വിളിച്ചു കേട്ടോ. അപ്പോഴേക്കും വേഗം തന്നെ രാധാമണി അങ്ങോട്ടേക്ക് വരുവാണ്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഷു, എന്റെ ഈശ്വര, അവൻ എവിടെ പോയോ എന്തോ, ഒരു പിടുത്തം കിട്ടണില്ലല്ലോ. അവനിനി എന്തെങ്കിലും കടുങ്ങി ചെയ്യുമോന്നായി എന്റെ ഒരു പേടി. എന്റെ പൊന്നോ, ഒന്നും പറയാൻ പറ്റില്ല. ശങ്കരൻ കുഞ്ഞ് അടി തെറ്റി വീണ പോലായില്ലേ. എന്നാലും മഹാദേവ സാറ് ഇത്രയ്ക്കങ്ങ് കടുപ്പിച്ച് പറയണ്ടായിരുന്നു എന്ന് വക്കീലും പറയണം. അപ്പം അച്ഛാ, നമ്മുടെ ആൾക്കാരെ പല സ്ഥലത്തും പല വഴിക്കും അന്വേഷിച്ചു കേട്ടോ. പക്ഷെ സ്ഥിരമായിട്ട് ചെല്ലണ ഒരു സ്ഥലത്തും അവന്റെ പൊടി പോലും കണ്ടെത്തിയിട്ടില്ല. പിന്നെ അവൻ എങ്ങോട്ടാ പോയത്? ഇനിയിപ്പോ കമലയോട് എന്തെങ്കിലും പറഞ്ഞാണോ? അവളല്ലേ അവനെ അവസാനം കണ്ടത്? അതെ, അവള് തന്നെ അവസാനം കണ്ടത്. ആ ഗൗരി, അവള് കാരണം എന്റെ മോന്റെ ജീവൻ എടുക്കും. എന്റെ പൊന്ന് കന്നാലി, നീ ഒന്ന് അടങ്ങ് എന്ന് പറഞ്ഞു. ഒന്ന് ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് ചോദിച്ചു മഹാദേവൻ രാധാമണിയോട്. നീ പോയി കമലയും വിളിച്ചേ, വേഗം പോ. അപ്പൊ കമല ദേ അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ കമല അങ്ങോട്ടേക്ക് വന്നു. കമലെ, ശങ്കർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എവിടെയെങ്കിലും പോന്നോ മറ്റോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മഹാദേവ സാറേ, നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ എന്ന് വക്കീല് ചോദിക്കാണ്. അച്ഛാ, ഞാൻ ഇവിടെ ബാറിലൊക്കെ ചെന്ന് നോക്കാം. കൊടുങ്ങല്ലൂർ ബാറിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് പോലീസിൽ അറിയിച്ചാ പോരെ? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി, അവളൊന്ന് മുടിഞ്ഞു പോണേ. ഗൗരി എങ്ങനെ പ്രാഗല്ലേ അമ്മേ എന്ന് പറഞ്ഞു കമല. അവക്ക് വേണ്ടിയിട്ട് വക്കാലത്തിനുമായിട്ട് നീ എന്റെ അടുത്തേക്ക് വരരുത്, അത് നിനക്ക് നല്ലതല്ല. അച്ഛാ, എനിക്ക് ഗൗരി ഒന്ന് കാണണം എന്ന് കമല പറയാണ്. എന്തിനാ? എടാ പഴം വിഴുങ്ങി ശേഖര, ചോദിക്കണ എന്ന് പറഞ്ഞു. സകല ദുരിതങ്ങൾക്കും കാരണക്കാരിയായ ആ ഗൗരിയെ ഇവൾ എന്തിനാ കാണുന്നതെന്ന് ചോദിക്കടാ. അമ്മേ, അമ്മയുടെ പേരക്കുട്ടി ഇപ്പൊ ഗൗരിയുടെ വയറ്റിലുണ്ട്. അമ്മ അത് മറന്നു പോയോ? ഒരമ്മയെ ആകാൻ ഭാഗ്യമില്ലാതെ പോയ സ്ത്രീയാ ഞാൻ. ഗൗരി ഒരു കുഞ്ഞിന്റെ അമ്മയാവുന്നു എന്നറിഞ്ഞപ്പോ ഒരേ സമയം സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്ത ആളാ ഞാന്. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് ആ കുഞ്ഞിന് നൽകണം. എന്നിട്ട് രാധാമണി ചിരിക്കാട്ടോ. പ്രാർത്ഥനയും അനുഗ്രഹം നൽകാൻ നീ ആരാ? ദിവ്യത്വമുള്ള സ്വാമിനിയോ? പറയടി, നീ ആരാ എന്ന് ചോദിച്ചു. കഷ്ടം തന്നെ. അച്ഛാ, എനിക്ക് ഗൗരി ഒന്ന് കാണണം അച്ഛാ, കണ്ടേ പറ്റൂ. അപ്പൊ രാധാമണി, ശേഖര, നീ കേട്ടല്ലേ, അവക്ക് മറ്റവളെ കണ്ടേ പറ്റൂന്ന്. എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ പറയണോ? നിന്നെ പേടിയില്ലാത്തതിന്റെ കുഴപ്പം. നിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാം. ഗൗരിയുടെ അടുത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുവച്ചാ എന്ന് പറഞ്ഞു. അപ്പൊ ശേഖരൻ അവിടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോകാടി എന്ന് പറഞ്ഞോണ്ട് വലിച്ചുകൊണ്ട് പോയി. പക്ഷെ എങ്കിലും മഹാദേവൻ എന്തോ ഒരു മനസ്സിന് വല്ലായിക തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ കമലയെ കൊണ്ടുവന്ന് റൂമിൽ തള്ളിയിട്ടിട്ട്, ശേഖരേട്ട എന്നെ വിട്, നിനക്ക് ആ ഗൗരിയെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ?
ഹാ എടി, നീ ഗൗരിയുടെ ബലത്തില് നീ ചാരങ്ങാട്ട് വീട്ടിൽ കുറെ അഹങ്കരിച്ചില്ലേ? പിന്നെ നിന്നെ കുറെ പുരോഗമനക്കാരിയാക്കിയില്ലേ? ഒടുക്കെന്താ ഭ്രാന്തിയാക്കുകയും ചെയ്തു. എടി, ഞങ്ങളോട് ചെയ്തതിനുള്ള ശിക്ഷ ഇപ്പൊ ജയിലിൽ കിടന്ന് അവൾ എണ്ണി എണ്ണി അനുഭവിക്കുന്നില്ലേ? ഇനി ഈ ചാരങ്ങാട്ട് വീട്ടില് നിന്റെ ശബ്ദം ഇനി മേലിൽ ഉയർന്നു പോവരുത്. ഇവിടെ ഒരു പിടക്കോഴിയും കൂവണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ശേഖരൻ ഇങ്ങനെ നോക്കിയേക്കാണ്. ഇനി നീ കൂവിയാലുണ്ടല്ലോ, ദേ നിന്റെ ഈ നാക്ക് ഞാൻ പിഴുതെടുക്കും. എന്നിട്ടുണ്ടല്ലോ നിന്നെ എന്നാ ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി നിന്നെ ഞങ്ങള് എന്ത് ചെയ്താലും നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് നിന്റെ ഗൗരി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ടോ? ഒരിക്കലും വരാൻ പോണില്ല മോളെ. ഇത്രയും നാളും നീയല്ലേ ഭ്രാന്ത് കാണിച്ചത്. ഇനി ഈ ശേഖറിന്റെ ഭ്രാന്ത് നീ കണ്ടിട്ടില്ലല്ലോ. എന്നാ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ലടി കമലേ, നീ താങ്ങൂല കേട്ടോ. നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. എന്താടി നീ തുറപ്പിച്ച് നോക്കണത്? മിണ്ടാണ്ട്, ഒരക്ഷരം മിണ്ടാണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ചവിട്ടി കൊല്ലൂടി നിന്നെ. മനസ്സിലായോ നിനക്ക്? എന്നിട്ട് ദേ ഈ ഭിത്തിയിലുണ്ടല്ലോ പടമായിട്ട് വെക്കും. എപ്പോഴും നിനക്ക് ഈ ഭയം വേണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നാലേ ഈ ചാരങ്ങാട്ട് വീട്ടില് നിനക്കിപ്പോ തൽക്കാലം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നുമോളെ, ഞാൻ പറഞ്ഞില്ലേ പടമായി ചുമരി കയറുമെന്ന്. എന്നിട്ട് ഈ ശേഖരൻ അട്ടഹസിച്ച് ചിരിക്കാണ്. അപ്പൊ ഇത് കണ്ടിട്ട് കമലൊന്നും മിണ്ടിയില്ല. കുറച്ചു നേരം എഴുന്നപ്പോ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കമലയ്ക്ക് ദേഷ്യം വന്നാൽ ശേഖരന്റെ കാര്യം തീർന്നു എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ വട്ട് മൂത്ത പിന്നെ ശേഖരനെ ഇവൾ തട്ടു എന്നുള്ള കാര്യം ഒരു സംശയമില്ല. അപ്പൊ കമല ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ കമലയുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് ആളുടെ സ്വഭാവവും മുഖഭാവവും ഒക്കെ അങ്ങ് മാറി ശേഖരനോടുള്ളത്. അപ്പൊ ഇത്ര നേരം പിന്നെ നമ്മൾ കാണുന്നത് ജയിലിലാണ്. അപ്പോൾ അതേണ്ട ഓരോരുത്തരായിട്ട് ഫുഡ് വാങ്ങിച്ച് സെല്ലിലേക്ക് കയറി വരികയാണ്. അപ്പൊ പുറകെ ഗൗരിയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൗരിയും വന്നു അവിടെ ഇരുന്നു. പൂജ ഒരു അമ്മേനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ വേഗം വന്നിട്ട് ഈ തള്ള ഇതിനകത്താണോ എന്ന് ഇവിടെ കൂടെ നിന്നവര് ചോദിക്കുകയാണ്. സേതുലക്ഷ്മിയുടെ ആ ഒരു സെല്ലിലെ പൈപ്പ് പൊട്ടി, അതുകൊണ്ട് പൈപ്പ് ശരിയാക്കുന്നത് വരെ സേതുലക്ഷ്മി ഈ സെല്ലിലായിരിക്കും. മേഡം, ഈ സെല്ലിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവര് പാട്ട് പാടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പാടാൻ തോന്നുമ്പോ ഞാൻ പാടും. അതെ, ബുദ്ധിമുട്ടുള്ളവരെ സൂപ്രണ്ടിനോട് പരാതി പറയേ. ദേ തള്ളെ, മോടെ വർത്താനം നിങ്ങൾക്ക് നല്ലതിനല്ല. ഓ എന്ന് പറഞ്ഞു. അതെ, നിങ്ങളൊന്ന് മിണ്ടാതിരി. അപ്പൊ സേതുലക്ഷ്മി അമ്മ അവിടെ ഇരിക്കുകയാണ്. പ്രീതി, നീ ഒന്ന് വന്നേ. അപ്പൊ കൂടെയുള്ള രണ്ടുപേരെയും കൂടെ വിളിച്ചോണ്ട് ഈ എന്താ പറയാ അങ്ങോട്ടേക്ക് പൂജ ഇറങ്ങി പോവാണ്. അപ്പൊ നമ്മുടെ നവീൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ മോളെ എങ്ങനെയാ ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടിയില്ല കേട്ടോ. മോള് ഗർഭിണിയാണല്ലേ എന്ന് ചോദിച്ചു. മോക്ക് എത്ര മാസമായി എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. ഞാന് എങ്ങനെ അറിഞ്ഞു എന്നാണോ ഈ നോക്കുന്നത്? ജയിലിൽ രഹസ്യങ്ങളൊന്നുമില്ല മോളെ, അതുകൊണ്ടാ. 2 മാസം എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട സമയമാ. ആ 3 പെണ്ണിന്റെ രൂപം ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. രാക്ഷസികളാ, സൂക്ഷിക്കണം മോള് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആ പ്രീതി എന്ന് പറയുന്നവളെ കാമുകന്റെ മോടെ ജീവിക്കാൻ സ്വന്തം ഭർത്താവിനും 3 വയസ്സുള്ള കുഞ്ഞിനും വിഷം കൊടുത്ത് കൊന്നവളാ. പിന്നെ മെഹറു, എന്റെ പൊന്നോ, പെൺവാണിഭമാണ് പെഹറുവിന്റെ പണി. പിന്നെ ഉള്ളത് നന്ദന, പിന്നെ മോഷണം. അവളുണ്ടല്ലോ ഉരുപ്പടിക്ക് വേണ്ടിയിട്ട് കയ്യോ കാലോ കാതോ ഒരു മടിയില്ലാതെ അവൾ അറുത്തെടുക്കും മോളെ. ഒരിക്കലും അവരെ മോള് ശത്രുവാക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. മോക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ പറയണത്. അപ്പൊ മുത്തശ്ശി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ പൂജ ഇവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട്, എന്താ മേഡം, പിന്നെ അവൾ ആളെങ്ങനെയുണ്ട്? ആരാ, കള്ളനോട്ടോ? അല്ല മേഡം, അവൾക്ക് ഇട്ടിരിക്കുന്ന ഇരട്ടിപ്പേരാ കള്ളനോട്ടെന്ന്. അല്ല മേഡം, അവളെ കുറിച്ച് ചോദിക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ മേഡം. അവളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ടെന്ന് വെച്ചോ. പക്ഷെ സമയാവട്ടെ, ഞാനെല്ലാം പറയാം. നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേൽ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് ജയിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണം. മനസ്സിലായല്ലോ? മനസ്സിലായി മേഡം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ മോളെ ഇതിൽ വന്ന് പെട്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ആരാ എന്റെ മോളെ നിന്നെ ചതിച്ചത്? അപ്പോഴേക്കും ഇത് കേട്ടപ്പോഴത്തേനും ഗൗരി ഇരുന്ന് കരയാൻ തുടങ്ങി. അയ്യോ സാരമില്ല കേട്ടോ, മോളെ കരയണ്ട കേട്ടോ, ഞാനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ
അത് വിട്ടേര്, മോള് വിഷമിക്കല്ലേ. അപ്പൊ വേഗം തന്നെ എന്റെ ഏട്ടനെ രക്ഷിക്കേണ്ടത് ഞാൻ തന്നെ ആയിരിക്കണം എന്ന് ശങ്കറിന് വലിയൊരു ആഗ്രഹമായിരുന്നു. ശരിക്കും അവന് അത് ഇത്രത്തെയും വലിയ കുരുക്കാവുമെന്ന് ശങ്കർ ഒരിക്കലും തന്നെ കരുതിയിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ഭർത്താവും സ്വന്തം ഭാര്യയെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. കൈവിളയിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു എന്റെ ശങ്കർ. ശരിക്കും എന്റെ ശങ്കർ എന്നെ അങ്ങനെ മാത്രം സ്നേഹിച്ചിരുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്റെ ശങ്കറിനെ കുഞ്ഞിനെ വയറ്റി ചുമന്ന് ജയിലിലെ ഈ സിമെന്റ് തറയിൽ കിടക്കേണ്ടി വരുമെന്ന് ശരിക്കും പറഞ്ഞാല് സ്വപ്നത്തിൽ പോലും എന്റെ ഈ അവസ്ഥ എന്റെ ശങ്കറിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മോളെ എന്ന് വിളിച്ചു. സത്യം അമ്മ ഞാൻ പറഞ്ഞത്. ശങ്കറിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരായിരിക്കില്ല ഇപ്പൊ വീഴുന്നത്, രക്തമായിരിക്കും ഒഴുകുന്നത്. അത് എനിക്ക് ഇവിടെ ഇരുന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരി കരയുന്നത് കേട്ടോ. മോളെ നീ കരയല്ലേ, നീ സങ്കടപ്പെടരുത് എന്ന് ഞാൻ പറയില്ല. പക്ഷേങ്കിൽ നീ കരയുമ്പോ കൂടെ കരയുന്നത് മറ്റൊരാളുകൂടെ നിന്റെ വയറ്റിലുണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോവരുത്. ഇത് ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ മോളെ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ അമ്മ നമ്മുടെ ഗൗരിയുടെ കണ്ണീരൊക്കെ തൂത്തു കൊടുത്തു. എന്നിട്ട് ഇവളുമാര് നേരെ തിരിച്ച് സെല്ലിലേക്ക് കയറി വരികയാണ്. അപ്പൊ പ്രീതിയും മെഹറും നന്ദനയും അപ്പൊ ഇവര് സെല്ലിലേക്ക് വന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പൂജ അങ്ങ് പോവാണ്. എന്നിട്ട് ഇവളുമാരുടെ നോട്ടം തന്നെ ഒരു പന്തികേടാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.